ബോസേ തുടങ്ങുമോ സാർ? പല സമയത്തും ഞങ്ങൾ പല പല സെലിബ്രേഷന്റെ ഭാഗമായിട്ട് കൂട്ടിയിടിക്കാറുണ്ട്. ഒരേ സ്ഥലത്ത് ലൊക്കേഷൻ വരുമ്പോൾ ഒരേ ഹോട്ടലിൽ വെച്ച് ഞങ്ങൾ കണ്ടുമുട്ടാറുണ്ട്. നമുക്ക് നന്നായിട്ട് സ്ക്രീൻ ഷെയർ ചെയ്ത് കിട്ടുന്ന കഥാപാത്രങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു. ഇത് എടുക്കണോ വേണ്ടി ഇത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നടക്കുന്നൊട്ടും പ്രതീക്ഷ. ഞാൻ ഇവനിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആസി ഞാനും ആങ്കറായിരുന്നു. ഒരു പോർഷൻ വരെ ഇദ്ദേഹത്തിൻ്റെ കൂടുതലും ഡയലോഗ്. ഇന്റർവെല്ലിന് ശേഷം പിന്നെ വാദോരാത ഡയലോഗ്. ഇതിന്റെ കറക്റ്റ് മീറ്റർ സെറ്റ് ചെയ്യുന്നതെല്ലാം പുള്ളിയും ഇദ്ദേഹമാണ്. ഈ കാലഘട്ടത്തിൽ ഞാൻ എൻജോയ് ചെയ്തത് ഇവൻ ഒരു കറി എവിടുന്ന് കൊണ്ടുവന്നാ. പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് ഒരു സിനിമ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത്ഭുതമാണ്. നമ്മളോട് മെലിയണം, ഫ്രെയിമിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവണം, നല്ല സ്ലീക്കായിട്ട് ഇരിക്കണം എന്നൊക്കെ പറയുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട് തോന്നുക. നല്ല തടി വെക്കണം എന്ന് പറയുന്നത് ആക്ച്വലി ഭയങ്കര ഈസിയാണ്. എന്റെ കൂടെ കുറച്ച് അമീഗോസ് ആണുള്ളത്. ദി അഡിയോസ് അമീഗോസ് ടീം, വെൽക്കം ടു ട്രൂ സ്റ്റോറീസ് വിത്ത് us. ഇവിടെ ആഷിഖ് ഉസ്മാൻ ഉണ്ട്, നാസ് ഉണ്ട്, സുരാജിക്ക് ഉണ്ട്, ആസിഫ് ഉണ്ട് ആൻഡ് തങ്കം ഉണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us. ഫേസ്റ്റ്ലി നിങ്ങളുടെ ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അതായത് ഭയങ്കര ഒരു ഫൺ, ഒരു ജേർണി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഈ എല്ലാ ട്രെയിലറിലും നമുക്ക് മനസ്സിലാവുന്നത്. ബിഫോർ ഐ ഗെറ്റ് ടു ദാറ്റ്, കൂട്ടുകാരനും ബോസും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിനെ കുറിച്ചാണ് എനിക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കാരണം യു ഗൈസ് ഹവ് വർക്ക് അല്ലെ, ഒരുപാട് സിനിമകളിൽ ഇവിടെ പാസിംഗ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ബട്ട് ടെൽ മീ അബൌട്ട് ദാറ്റ്. ഞാനും കൂട്ടുകാരനുമായിട്ട് ഒരു സിനിമയിൽ ഇങ്ങനെ പാസിങ് പറഞ്ഞ പോലെ അങ്ങനെ അഭിനയിച്ചിട്ടുള്ളൂ. നമുക്ക് നന്നായിട്ട് സ്ക്രീൻ ഷെയർ ചെയ്ത് കിട്ടുന്ന കഥാപാത്രങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു. ഒരു ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ യങ് വൈബുള്ള ഒരു സ്റ്റാർ എന്ന നിലയ്ക്ക് ഒരുപാട് പേരോടൊപ്പം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹമായിട്ട് എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ആളാണ്. അപ്പോൾ അദ്ദേഹവുമായിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യാൻ കിട്ടിയ ഒരു അവസരമാണ് മുതലാക്കിയത്. അത് ഇരുന്ന് കിട്ടി. ഞാൻ ഇവനിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആസി എനിക്ക് വേണം. അത് ഞങ്ങൾ പല സ്ഥലങ്ങളിലും ഈ രണ്ട് ആഘോഷ കമ്മിറ്റിക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും. പല സമയത്തും ഞങ്ങൾ പല പല സെലിബ്രേഷന്റെ ഭാഗമായിട്ട് കൂട്ടിയിടിക്കാറുണ്ട്. ഒരേ സ്ഥലത്ത് ലൊക്കേഷൻ വരുമ്പോൾ ഒരേ ഹോട്ടലിൽ വെച്ച് ഞങ്ങൾ കണ്ടുമുട്ടാറുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് ഒരു സിനിമ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത്ഭുതമായിരുന്നു. ആക്ച്വലി അത് വിശ്വസിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ആസിഫിന്റെ ലുക്ക് ഓണസ്റ്റ്ലി ഒരു ഭയങ്കര ഒരു ഡിഫറെന്റ് അപ്പിയറൻസിലാണ് അത് വന്നിരിക്കുന്നത് കമ്പയർ ടു ഓൾ ദ സിനിമാസ് ദാറ്റ് യു ഡൺ, വയറൊക്കെ വെച്ചിട്ട്. അപ്പൊ ഇങ്ങനത്തെ ഓരോ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ വരുമ്പോഴത്തേക്കും അതൊരു ഡിഫിക്കൽട്ട് പ്രോസസ് ആണോ, അതൊരു എൻജോയ് പ്രോസസ്? അതെ, ആ ഒരു കാര്യം മാത്രം നന്നായിട്ട് പോകില്ല. ടെൽ മീ അബൌട്ട് ദാറ്റ്. നമ്മളോട് മെലിയണം, ഫ്രെയിമിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവണം, നല്ല സ്ലീക്കായിട്ട് ഇരിക്കണം എന്നൊക്കെ പറയുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട് തോന്നുക. നല്ല തടി വെക്കണം എന്ന് പറയുന്നത് ആക്ച്വലി ഭയങ്കര ഈസിയാണ്. തങ്കം എനിക്ക് തന്ന രണ്ട് ക്യാരക്ടേഴ്സ്, ഇപ്പോൾ കെട്ടിയോളാൻ്റെ മാലാക കഥ പറയുന്ന സമയത്ത് എന്നോട് പറഞ്ഞത് കുറച്ച് വയറ് വേണം, ഇതിന് പറഞ്ഞപ്പോഴും കുറച്ച് വയറ് വേണം, പിന്നെ മുടിയെടുക്കണം എന്നാണ്. അപ്പം ഇത് സ്ക്രിപ്റ്റിന്റെ ഫുൾ നരേഷൻ കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ ഇതിന്റെ ലുക്സ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. അപ്പം അതിലേക്ക് എത്തണം എന്നുള്ളത് ഇവരെ പോലെ തന്നെ ഞാനും ആഗ്രഹിച്ചതാണ്. പിന്നെ അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പോൾ എന്റെ പണി കുറെ കൂടെ ഈസി ആവും. ആ ക്യാരക്ടറൈസേഷനിൽ ഈ അപ്പിയറൻസിൽ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ തന്നെ ഒരു 40% പണി ഈസി ആയി. പിന്നെ അതായിരുന്നു എന്റെ ഹൈലൈറ്റ് ഇതിന്റെ. ഇപ്പോൾ കെട്ടിയോളാണ് മാലാക, ആ ഒരു സിനിമ ഒബ്വിയസ്ലി നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു മൂവിക്ക് ഞാനൊരു ഇന്റർവ്യൂവിൽ കണ്ടിരുന്നു, ആസിഫ് ആണ് ഇതിന്റെ ഒരു കറക്റ്റ് ക്യാരക്ടർ എന്ന് തോന്നാൻ ഉള്ള ഒരു കാരണം. അതിനു മുമ്പ് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു. എനിക്ക് ഇപ്പോഴും അത്ഭുതമായിട്ട് ഇരിക്കുന്ന ഒരു കാര്യം, കെട്ടിയോളാണെൻ്റെ മാലാക എന്ന് പറയുന്ന ആ സിനിമയുടെ കഥ താങ്കളോട് പറഞ്ഞപ്പോൾ ഇത് എടുക്കണോ വേണ്ടി ഇത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു? ചേട്ടാ, എൻ്റെ അടുത്ത് വന്ന് തങ്കം ഇരുന്ന് ഇതിന്റെ ഒരൊറ്റ ഇരിപ്പിലാണ് ഞാൻ ആ ഫുൾ സ്ക്രിപ്റ്റ് കേൾക്കുന്നത്. ഞാൻ അതിന്റെ ഹ്യൂമർ മാത്രമേ കണ്ടിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതിൻ്റെ അകത്ത് ഇത്രയും വലിയൊരു പൊളിറ്റിക്സ് ഉണ്ടെന്നും ഇത് ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണെന്നും ഒക്കെ ഞാൻ മനസ്സിലായി. എനിക്ക് സ്ലീവാച്ചൻ എന്ന് പറഞ്ഞ ആളുടെ കൺഫ്യൂഷൻ മാത്രമാണ് ആദ്യം വർക്കായത്. അല്ലേ തങ്കം? നമ്മളത് പറഞ്ഞ സ്ലീവാച്ചന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് എൻ്റെ അടുത്ത് കഥ പറയുന്നത്. അപ്പൊ ഇത് പറയണം തോന്നി. പിന്നെ തങ്കത്തിന്റെ നറേഷൻ നിങ്ങൾ കേൾക്കാത്തതുകൊണ്ടാണ്. തങ്കം ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് നോ പറയാൻ തോന്നില്ല. അല്ല, അത് എടുത്തു പറയാൻ കാരണം ആ സിനിമയുടെ കഥ എങ്ങനെ പറയാ, ഇത് കേട്ട് കഴിഞ്ഞു കെട്ടുകളാണെൻ്റെ മാലാഖയില് ഇതെങ്ങനെ പറയാ, ഇതെങ്ങനെ എടുക്കും ഇയാള് ഇങ്ങനെ, എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. പക്ഷെ തങ്കത്തിനെ വിശ്വസിച്ചു.
തങ്കത്തിന് വെച്ചിരുന്നു. താങ്ക് യു ചേട്ടാ. അതിന് കുറെ പറഞ്ഞല്ലോ. അതെ അതെ ഒരു അതേ കെട്ടിയുള്ളാണ് എൻ്റെ മാലാക്കയുടെ ഫുൾ ടീമുമായിട്ട് ഒന്നിച്ച് അന്ന് തൊട്ട് ഞാൻ ഇയാളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ആരാ ഇത് പരിപാടി ഇതിൻ്റെ പിന്നിൽ. അങ്ങനെ ഇദ്ദേഹവും ഞാനുമായിട്ട് ഈ ഇതിൻ്റെ ഒരുപാട് കഥകൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തു. അതിന് ശേഷമാണ് വീണ്ടും നമുക്ക് അതെ ഞാൻ സുരാജേട്ടൻ അതാ ചോദിക്കാൻ വന്നത്. കാരണം ആദ്യം സുരാജേട്ടൻ നമ്മുടെ മനസ്സിലേക്ക് കയറിയത് ഒരു നല്ലൊരു കോമഡി ആക്ടർ എന്നുള്ളൊരു ലൈക്ക് ഒരു ഹ്യൂമറസ് റോൾസ് ചെയ്തിട്ടാണ്. പിന്നെ കുറച്ച് അല്ലെന്നേ പിന്നെ കുറെ സീരിയസ് റോൾസ് അങ്ങോട്ട് ചെയ്തു ബാക്ക് ടു ബാക്ക്. പിന്നെ ഐ തിങ്ക് ലാസ്റ്റ് ഫിലിം പിന്നെയും കോമഡി ആയി. അപ്പൊ ഈ ഒരു സിനിമയിലേക്കും യുനോ ഇത്രയും ട്രാൻസിഷൻ വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടായല്ലോ മെന്റലി, ലൈക്ക് അത്രയും യുനോ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തോട്ട് പ്രോസസ് ഉണ്ടായിരുന്നോ? ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഉപയോഗിക്കാത്ത ഇതുവരെ ശീലിക്കാത്ത ഒരു സ്ലാങ് ആണ് ഇടുക്കി കട്ടപ്പന. പക്ഷെ ഇതെല്ലാം ഇദ്ദേഹത്തിന് കണ്ണടച്ച് വെച്ചു. ഞാൻ കൂളായിട്ടാണ് പോകുന്നത് ലൊക്കേഷനിൽ. കാരണം രാത്രി കിടന്നിട്ട് കാണാതെ പഠിക്കുക. ഈ സമീപകാലത്ത് ഇറങ്ങിയ സിനിമകളിൽ വാ നിറച്ച് ഡയലോഗ് ഈ സിനിമയിലാണ്. ശരിക്കും അങ്ങനെ കവളം ഒട്ടിയത് ചേട്ടാ. ഷൂട്ടിങ്ങിന് ഡയലോഗ് പറഞ്ഞ് പിരിഞ്ഞു പോയതാണ്. അത്രയും ഒരു പോർഷൻ വരെ ഇദ്ദേഹത്തിൻ്റെ കൂടുതലും ഡയലോഗ്. ഇന്റർവെല്ലിന് ശേഷം പിന്നെ വാദോരാത ഡയലോഗ്. ഇതിൻ്റെ കറക്റ്റ് മീറ്റർ സെറ്റ് ചെയ്യുന്നതെല്ലാം പുള്ളിയും ഇദ്ദേഹവുമാണ്. അത് കൃത്യമായിട്ട് ആ ക്യാരക്ടർ എങ്ങനെയാണ്, ഇതാണ് എവിടെ ഇരിക്കണം, എത്ര മീറ്ററിൽ, എല്ലാത്തിലും ഒരു പ്രോപ്പർ വിഷൻ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഡയലോഗ്സിൽ തങ്കം ഭയങ്കര പെർട്ടിക്കുലർ ആണ്. കാര്യം തങ്കം ചില സീനിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അയ്യോ ഞങ്ങൾ എല്ലാവരും ഷോട്ട് കഴിഞ്ഞിട്ട് മോണിറ്റർ നോക്കും, നഹാസിനെ നോക്കും, ഓക്കെയാണ്, ജിംഷി DOP ഓക്കെയാണ്. അത് കഴിഞ്ഞ പിന്നെ ഈ എൻറ്റയർ ക്രൂ തിരിഞ്ഞിട്ട് തങ്കത്തിന് നോക്കും. അപ്പൊ തങ്കം ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ആയാ അപ്പൊ ഹാപ്പി. അതെ അത്ര ചെറിയ മാക്സിമം ഇങ്ങനെ പറയുള്ളൂ. ഇത് ഇത്രയൊക്കെ ഉള്ളു പുള്ളിയുടെ കിട്ടുന്നത്. അപ്പൊ നമുക്ക് ചെറിയ ഒരു ഗെയിം കളിക്കാൻ പോവാണ്. അതായത് ഇതിനകത്ത് ടൈം നോക്കണ്ട, അത് കാര്യമില്ല. ഈ കളി എത്ര ഇല്ല വളരെ സിമ്പിൾ ആണ്. 2 ഗെയിംസ് ഉണ്ട്, വളരെ ഷോർട്ട് ഗെയിംസ് ആണ്. പക്ഷെ ഫസ്റ്റ് ഗെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്ത് ഓരോന്നായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഓരോന്നായിട്ട് പെട്ടെന്ന് അതിന്റെ ആൻസർ പറയണം. ഓക്കെ, സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് കംഫർട്ട് ഫുഡ്. കംഫർട്ട് ഫുഡ് കിട്ടിയില്ല. കിട്ടി ദുബായ് വന്നിട്ട് കിട്ടിയില്ല. ഐ ആം ആസ്കിങ് ഓരോരുത്തരായിട്ട്. ആഷിക് അത് തന്നെ ചോറും മീൻകറിയും ഫുൾ ടേസ്റ്റ് വരുന്നു. ഞാനിപ്പോ അത് പറഞ്ഞത് ഇപ്പൊ ഓൺലൈനിൽ പ്രൊഡ്യൂസർ തകം അതന്നെ അതൊക്കെ തന്നെ. ഓക്കെ, നിങ്ങളുടെ ഷൂട്ടിംഗ് സെറ്റിലുള്ള ഏറ്റവും ഫേവറേറ്റ് മെമ്മറി ആഷിക്? നടക്കുന്നൊട്ടും പ്രതീക്ഷ കോമ്പിനേഷനെ കൊണ്ടാണല്ലോ രണ്ടുപേരും ഒരുമിച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരാള് ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോ ആസിഫിനെ വിളിക്കുമ്പോ ഞാൻ മാർച്ച് ഏപ്രിലുണ്ട്, ജൂൺ ജൂലൈ ഉള്ളൂ, അങ്ങനെ ഒരു കൊല്ലം നടന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. ആഷിഖ് ഉസ്മാൻ എന്ന് പറയുന്നത് ശുക്രൻ. ഓക്കെ, പറയൂ ഫേവറേറ്റ് മെമ്മറി ഈ ഷൂട്ടിംഗ് ലൊക്കേഷൻ. ആദ്യത്തെ പടമാണോ അവന്റെ? എല്ലാ ദിവസവും അസിസ്റ്റന്റ് ആയിരുന്നു. ഇതെല്ലാം അസോസിയേറ്റ് ആയപ്പോഴും ചെയ്തോണ്ടിരുന്നു. ഷൂട്ട് തന്നെ. സുരാജേട്ടന്റെ മെമ്മറി എന്താ? സുരാജേട്ടന്റെ ഷൂട്ടിംഗ് അവരൊക്കെ വന്ന ഇൻസൈഡ് ജോക്ക് ക്യാമറ ഓഫ് ചെയ്തിട്ട് പറയൂ അല്ലേ? സുരാജേട്ടന്റെ ഫേവറേറ്റ് മെമ്മറി? എനിക്ക് ഷൂട്ടിലാണോ? ഷൂട്ടിംഗ് സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ നമ്മുടെ ഇടയിലുള്ള ഈ കാലഘട്ടത്തിൽ ഞാൻ എൻജോയ് ചെയ്തത് ഇവൻ ഒരു കറി എവിടുന്ന് കൊണ്ടുവന്നറാ, എന്താ അതിന്റെ പേര്, എന്തു മാങ്ങാക്കറി, അങ്കമാലി മാങ്ങാക്കറി ലൈഫിൽ ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ ഒരു ദിവസം നോക്കിയപ്പോ ചേട്ടാ വാ അങ്കമാലി മാങ്ങാക്കറി കഴിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ ഇല്ലടാ. കൊണ്ടുവന്നിട്ട് ഇവൻ അതിനെ സ്നേഹിക്കുന്ന കാണുമ്പോ ആ മാങ്ങാക്കറി ഇൻവെസ്റ്റ്മെന്റ് ആണ്. എനിക്ക് ഷോട്ടിൽ ഇങ്ങനെ വന്ന് നിക്കണം. അങ്കമാലി അതായിരുന്നു എനിക്ക് പുതുതായിട്ട് കിട്ടിയ ഒരു അദ്ദേഹം പരിചയപ്പെടുത്തിയാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ അങ്കമാലിയിൽ ഇറങ്ങും ഈ സാധനം. എനിക്ക് ഞാൻ ഇതിന്റെ എല്ലാ ഇന്റർവ്യൂലും പറഞ്ഞായിരുന്നു, ഞങ്ങൾ ആദ്യത്തെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഞാൻ ഈ ഗെറ്റപ്പിലായിട്ട് ഇറങ്ങി വാനിറ്റിന്ന് ഇറങ്ങി നടന്നു പോകുമ്പോ ഒരാള് ആസിഫ് അലിനെ വിഗില്ലാണ്ട് കണ്ടു. അത് ഞാൻ കൊറേ പറഞ്ഞു. പക്ഷെ അത് എനിക്ക്
ഞാൻ ആദ്യം ഒന്ന് ഞെട്ടി. ഇനി ആൾക്കാർ മുഴുവൻ ഞാൻ കൊയ്സറാണ് വിഗാണെന്നാണോ ഓർമ്മ. ആക്ച്വലി വിഗല്ലല്ലോ അല്ലേ? കുറച്ച് നോക്കൂ. എന്നെ ഓടിക്കുമോ ആസിഫിനെ? എനിക്ക് ആക്ച്വലി പണ്ട് നമ്മുടെ എസ്പ്ലനേറ്റ് സെൻട്രീസസ് ഡേയ്സ് മുതലേ അറിയാം. അന്ന് ആ സമയത്ത് ആസിഫ് ആങ്കർ ആയിരുന്നു. ആൻഡ് അതിനുശേഷം 86 ഫിലിംസോളം ചെയ്തിട്ടുണ്ടല്ലേ? ഞാനും ആങ്കറായിരുന്നു. തങ്കം ഫേവറേറ്റ് മെമ്മറി? 58 ദിവസം ഷൂട്ട് ചെയ്യുമ്പോൾ പാക്കപ്പ് ഓ സത്യം കേട്ടോ, മാജിക് വേർഡ്സ്. മാത്രം ഓർമ്മ. ഓക്കെ, ഇനി ഞാൻ ലാസ്റ്റ് ഗെയിമാണ്. സോ ഇതിനകത്ത് എൻ്റെ കുറച്ച് എല്ലാവരുടെയും പേര് എഴുതിയിട്ടുണ്ട് ആൻഡ് ഒരു നടന്റെ പേര് എഴുതിയിട്ടുണ്ട്. ഈ നടന്റെ നിങ്ങൾ ആക്ട് ചെയ്യണം. അതായത് ഏതെങ്കിലും ഒരു വേർഡിലോ ഒരു ഭാവത്തിലോ ക്വിക്ക്ലി. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, എല്ലാവർക്കും ഉണ്ട്. ഫസ്റ്റ് അപ്പൊ ആസിഫിന്റെ ആണ് എന്റെ കയ്യിലുള്ളത്. കാണിക്കാൻ പാടില്ല, ഏതെങ്കിലും ഒരു രീതിയിൽ അഭിനയിച്ച് ഇവര് ഗസ് ചെയ്യണം ആരാന്ന് വെച്ചാൽ. ഓക്കെ, അപ്പൊ ഐശ്വര്യമായിട്ട് ആസിഫിന് പാസ് ചെയ്യാം. ഇല്ല, പറ്റില്ല, കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അല്ലല്ല, അതല്ല, ഓപ്പൺ ചെയ്യൂ. നമ്മൾ കാണരുത്. ഇല്ല, നിങ്ങൾ കാണരുത്. ദേ അവിടെ നോക്കി. പറ്റില്ല, ചീറ്റിംഗ് പറ്റില്ല. സിനിമയിൽ മാത്രമാണ് പറഞ്ഞുകൊണ്ട് ചീറ്റ് ചെയ്യുന്നത്. സിനിമയിൽ മാത്രം നമുക്ക് അത് ചീറ്റ് ചെയ്യാം. ബാലേന്ദ്ര മേനോൻ പിന്നെ ഭീമന്റെ കൂടെ ഭീമൻ രഘുവിന് ജയൻ മല്ലയ്യ മനസ്സിലായില്ല. ഷേ, അടുത്തത് സുരാജേട്ടന്റെ. ആരും കാണിക്കരുത്. അല്ല, ഉള്ളില്. ഷോ, എന്റെ ചേട്ടാ അത് ഓപ്പൺ ചെയ്യാം. അതിന്റെ അകത്തൊരാളുടെ പേര് എഴുതിയിട്ടുണ്ട്. ദേ അങ്ങനെയൊക്കെ നോക്കിയാൽ ആരും കാണാൻ. ഈസി, നല്ല ഈസിയാ. ചെയ്യൂ. മോഹൻലാൽ. എന്താ മോനെ? കാണിക്കാൻ പാടില്ല. ഞങ്ങള് പോയിട്ട് നാളെ വരട്ടെ. ഇത് പുതിയ ഫ്രഷ് ആട്ടോ. താങ്ക് യു. ഇതുവരെ ആരും ഭൂമി ഉണ്ടായതിനു ശേഷം ഇതുവരെ ആരും ചെയ്യാത്ത ജസ്റ്റ് ആക്ഷൻ കാണിച്ചു. ഈ ഫ്രഷിന് ഒരു കൈ എന്തായാലും ഇതാണ് ദിലീപേട്ടൻ. ഇതാ സുരേഷ് ഗോപി. ഞാൻ പറയാ ചാക്കോച്ചൻ. മണിച്ചേട്ടൻ. ഒന്നുകൂടെ കാണിക്കേ. ഇതെന്താ ഇഷ്ടികയാണോ? അതാരത്? നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അഭിനയിക്കാണോ അറിയാതെ അഭിനയിക്കാണോ? ഓക്കെ, വേണ്ട, നിങ്ങൾക്ക് അത്ര ഈസി ആയിട്ടാണല്ലേ. താങ്ക്സ്, പാസ് ചെയ്യൂ. തങ്കത്തിനുള്ള പണി വരുന്നുണ്ട്. മമ്മൂക്കയെന്ന് നീ ഇപ്പൊ ചെന്ന് നിന്റെ ഉള്ള പടവും കൂടെ പോകും. ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഇത് ഞാൻ ചെയ്യട്ടെ. തങ്കത്തിന് കിട്ടിയ ആളെ ഞാൻ ചെയ്യട്ടെ. നിങ്ങൾക്ക് കാണാവോ? അതിന്റെ ജോക്ക് ഫോൺ വിളിച്ചാൽ എടുക്കൂല. ബൈ ദ വേ, നിങ്ങൾ അറിയേണ്ട മറ്റൊരു കാര്യം കൂടിയാണ്. ആഷിക്ക് എന്റെ സ്കൂളിൽ പഠിച്ചതാണ്. സ്കൂളിൽ സീനിയർ ആണ്. അത് ഞാൻ എഡിറ്റ് ചെയ്ത് പറയാം. ഓക്കെ, അപ്പൊ ഇനി ആഷിക്കിനുള്ളതാണ്. കമോൺ. പഴയ കലാതിലേക്കോ? അതെ. അയ്യോ, ഭയങ്കര മിമിക്രി ആർട്ടിസ്റ്റ്. ചെയ്യും പുള്ളി. എനിക്കൊക്കെ ഇങ്ങനെ ഒരു അത് നിങ്ങൾക്ക് പേർപ്പസ്ലി തന്നതാണ്. ഓക്കെ, സുരാജേട്ടൻ ചെയ്യും. കമോൺ. ഇനി മിണ്ടിപ്പോരുത്. നോ. ആഷിഖ് ഉസ്മാൻ. അതല്ല, തുറക്കണം. ഇതല്ല, ജയറാമേട്ടൻ വരും, പിന്നെ ബിജു മേനോൻ വരും, ലാലു അലക്സ് വരും, ജയസൂര്യ. സമയമില്ല. ഇത് ചെയ്യും. അവിടെ നിന്നെ കണ്ടു. ഇപ്പൊ പോട്ടെ. അല്ല, ഫഹദ് ഫാസിൽ. സോറി. അല്ല, പറ്റില്ല. എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് ഒരു ഫഹദിന്റെ ഒരു പീസ്, ഒരു ആക്ഷൻ. സിമ്പിൾ. ഇപ്പോഴത്തെ
ഇപ്പോഴത്തെ ലേറ്റസ്റ്റ്. അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഞങ്ങളോട് വന്നു ആൻഡ് സ്പെൻഡ് ടൈം വിത്ത് us ആൻഡ് ദുബായിലേക്ക്. അപ്പോൾ കൺക്ലൂഷൻ ഒരുമിച്ച് ഓൺ ദ കൗണ്ട് ഓഫ് 3 അഡിയോസ് അമീഗോസ് പറഞ്ഞു പിരിഞ്ഞാലോ? ഓക്കെ, റെഡി? ഓൺ ദ കൗണ്ട് ഓഫ് 1 2 3. Adios amigos.